സ്കീമിൽ 2023 മെഡിക്കൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുത്ത കുട്ടികളുടെ റീഫണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ റീഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അപ്പൊ ഇതിനു മുമ്പ് തന്നെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ പ്രോഗ്രാമുകളുടെ റീഫണ്ട് വന്നു തുടങ്ങിയിരുന്നു. അതിന്റെ ഡീറ്റെയിൽ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഇത് മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകളുടേത് മാത്രമാണ്. അപ്പൊ ഞാൻ ടൈറ്റിൽ തന്നെ പറഞ്ഞത് 2023 മെഡിക്കൽ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട റീഫണ്ടാണ്. അപ്പൊ ആ റീഫണ്ട് പ്രോസസ്സിൽ അതിനൊരു ലിസ്റ്റ്, അതായത് ആർക്കൊക്കെ റീഫണ്ട് ഉണ്ട്, ഇപ്പൊ നമുക്കൊരു സംശയമുണ്ട്, ഇപ്പൊ എനിക്ക് റീഫണ്ട് ഉണ്ടോ എന്നറിയണമെങ്കിൽ ഒരു ലിസ്റ്റ് അവൈലബിൾ ആണ്. സ്കീമിന്റെ വെബ്സൈറ്റിൽ ഒരു ലിസ്റ്റ് അവൈലബിൾ ആണ്, ആർക്കൊക്കെ റീഫണ്ട് ഉണ്ട് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ അവിടെ ഉണ്ട്. അപ്പൊ ആ ലിസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യാം. രണ്ടാമത്തേത് ആ പ്രോസസ് എങ്ങനെയാണ് എന്നുള്ളതാണ്. പ്രോസസ്സ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ അപ്ലൈ ചെയ്യാൻ കയറിയ ce.kerala.gov.in എന്നുള്ള സൈറ്റിൽ ആദ്യം ലോഗിൻ ചെയ്യുക. അതില് കീം 2023 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നൊരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സബ്മിറ്റ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ എന്നൊരു ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കുക. അക്കൗണ്ട് നമ്പറും IFSC കോഡ്, ബ്രാഞ്ച് പോലുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. അതെല്ലാം കൊടുത്തത് ശരിയാണെന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ആ പ്രോസസ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിന്റ് ബാങ്ക് ഡീറ്റെയിൽസ് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് പ്രിന്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. ഈ പേപ്പർ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. നിങ്ങളുടെ ബാക്കി ആവശ്യങ്ങൾക്ക് ഇനി പിന്നീട് അങ്ങോട്ട് എപ്പോഴെങ്കിലും നമുക്കൊരു തർക്കം ഉണ്ടായാൽ നമ്മുടെ കയ്യിൽ ആകെയുള്ള എവിഡൻസ് ഇത് മാത്രമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത് പ്രിന്റ് ചെയ്ത് വയ്ക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ, ഇത് എങ്ങോട്ടേക്ക് ഇട്ടു? സേവിങ് അക്കൗണ്ടിലേക്ക് മാത്രമേ കിട്ടൂ. ഈ റീഫണ്ട് നിങ്ങൾക്ക് സേവിങ് അക്കൗണ്ടിലേക്ക് കിട്ടും. നിങ്ങളുടെ NRI അക്കൗണ്ടിലോ അല്ലെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ടിലോ ബേസിക് സേവിങ് അക്കൗണ്ടിലോ അങ്ങനെ സ്പെഷ്യൽ അക്കൗണ്ട്, ഇപ്പോ ജനപ്രിയ അക്കൗണ്ട് പോലുള്ള സ്പെഷ്യൽ കാറ്റഗറിയിൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ടൈപ്പ് അക്കൗണ്ടിലേക്കൊന്നും കൊടുക്കില്ല. ഇതിലേക്കൊന്നും റീഫണ്ട് ഉണ്ടാവില്ല. NRI അക്കൗണ്ട്, സീറോ ബാലൻസ്, ബേസിക് സേവിങ്സ്, ജനപ്രിയ അക്കൗണ്ട്, ഇതിലേക്കൊന്നും റീഫണ്ട് വരില്ല. സേവിങ് അക്കൗണ്ട് തന്നെ ആയിരിക്കണം. ഇനി ഇത് എപ്പോ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഓൺ ഓർ ബിഫോർ, അതായത് ഫെബ്രുവരി 11 5 മണിക്ക്, വൈകിട്ട് 5 മണിക്ക്. നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എപ്പോ ചെയ്യണം? ഫെബ്രുവരി 11 5 മണിക്ക് മുമ്പ് ചെയ്യണം. വൈകിട്ട് 5 മണിക്ക് മുമ്പ് ചെയ്യണം. അതിനുശേഷമുള്ള ഒരു പരാതിയും സ്വീകരിക്കില്ല എന്നും അതിനുശേഷവും ഡീറ്റെയിൽ കൊടുത്തില്ലെങ്കിൽ ആ ഫണ്ട് ഗവൺമെന്റിലേക്ക് മാറ്റുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അത്രയും വെയിറ്റ് ചെയ്യണ്ട. അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പൊ മാക്സിമം നേരത്തെ റീഫണ്ടിന് അർഹതയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ ലിസ്റ്റ് കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിസ്റ്റ് നോക്കാം, എന്നിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ചെയ്യുക. ഓക്കെ, അപ്പൊ ബാക്കി പ്രോസസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ എൻഡിൽ എന്റെ നമ്പർ ഉണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്യുക. വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ ചിലപ്പോൾ റിപ്ലൈ വൈകുന്നതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിലേക്ക് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.